ഫൈൻഡ് ദ ഡിഫറൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി നോക്കാം. You are given two strings S and T. String T is generated by random shuffling string S and then add one more letter at a random position. Return the letter that was added to T. ശരി, എസും ടിയും കൂടി നോക്കിയിട്ട് ഏതെങ്കിലും റാൻഡം പൊസിഷനിൽ ഒരു വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരി. അപ്പോൾ സ്ട്രിങ് എസിനെ റാൻഡം ഷഫിൾ ചെയ്തിട്ടാണ് സ്ട്രിങ് ടി ഫോം ചെയ്യിക്കുന്നത്. ആൻഡ് ആഡ് വൺ മോർ ലെറ്റർ അറ്റ് റാൻഡം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും റാൻഡം പൊസിഷനിൽ ഒരു ലെറ്ററും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫോം ചെയ്യണം, സ്ട്രിങ് ടി ഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ പൊസിഷൻ വൈസ് എന്തായാലും മറ്റേതിന് നോക്കേണ്ട ആവശ്യമില്ല. സ്ട്രിങ്ങേഴ്സിന് ഇപ്പോൾ ഒരു ഹാഷ് മാപ്പ് അധികം എടുക്കുന്നുണ്ടാവുക. നമ്മൾ പിന്നെ ഏത് പൊസിഷനിലാണ് ഏത് എന്താ വാല്യൂ ആണ് നോട്ട് കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് നോക്കുന്ന സമയത്ത് ഏത് വാല്യൂ ആണ് എന്താ അവൈലബിൾ ആയിട്ടില്ലാത്തത് അക്കൗണ്ടിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു വാല്യൂ ആഡ് ചെയ്യാനോ ഉണ്ടാവുക അധികം. ഇപ്പൊ ചെയ്ത് നോക്കാം. ഇതിലേക്ക് എത്തുന്നതാണ് ഇത് ഈസിയർ ആവണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഈ ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന ക്വസ്റ്റ്യൻ നമുക്ക് 3 തരത്തിലോ അതിന്റെ മുകളിൽ തരത്തിലും ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്കൊരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. എസിന്റെ ഒരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കുക. എന്നിട്ട് ടിയിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഓരോ വാല്യൂസും ഈച്ച് എന്താണ് അതിന്റെ കൗണ്ട് നോക്കുക. അപ്പൊ ടിയിലുള്ള കൗണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ഈ ഇപ്പൊ വരുന്ന വാല്യൂസിന്റെ ടിയുടെ ഉള്ളിലുള്ള കൗണ്ട് എന്ന് പറയുന്നത് എന്താ എസിലുള്ള കൗണ്ടിന് എസിൽ വരുന്ന ഈ വാല്യൂനോട് എസിന്റെ മറ്റേ നമ്മളിപ്പോ ഇവിടെ ഈ ഹാഷ് മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ആ കൗണ്ടും ഈ കൗണ്ടും കൂടിയിട്ട് എസിത്തെ കൗണ്ടും ഈച്ചിന്റെ കൗണ്ട് എസിത്തെ ഈ വാല്യൂന്റെ കൗണ്ട് എസിത്തെ ഈച്ചിന്റെ കൗണ്ടിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈക്വൽ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക റിട്ടേൺ ചെയ്യുക ആ ഈച്ചിനെ ആ വാല്യൂവിനെ നമ്മൾ റിട്ടേൺ ചെയ്യാം. ഇത് കൂടെ മൂവ് ചെയ്യുമ്പോൾ ഈച്ച് എന്നൊരു വാല്യൂ വിചാരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോ കൗണ്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ചെയ്യാൻ പറ്റും. ശരിക്കും എഴുതരാം. നമ്മുടെ എന്താണ് ടീന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ അപ്പൊ നമുക്ക് എന്താണ് ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ എസില് അല്ലെങ്കിൽ ടീന്റെ കൗണ്ട് ഓഫ് ഈച്ച് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എസ് ഓഫ് ഈച്ച് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് റിട്ടേൺ ഈച്ച് അല്ലെ. ഇത് ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ആണ്. രണ്ടാമെന്ന് പറയുന്നത് ബൈനറി റെപ്രസെന്റേഷനിൽ എക്സോർ എന്ന് പറഞ്ഞിട്ട് വേറെ കാര്യമുണ്ട്. ഇപ്പൊ എക്സോറിലുള്ള റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എക്സോർ എന്ന് പറയുമ്പോൾ എ എക്സോർ എ എന്ന് പറയുന്നത് 0 ആണ്. എ എക്സോർ 0 എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ഇതാണ് എക്സോറിന്റെ റൂൾസ്. അപ്പൊ ഇത് എക്സോർ എന്ന് പറയുന്നത് ബൈനറി റെപ്രസെന്റേഷൻ എക്സോർ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താവാം 1001 എന്നുള്ളതാവാം. 0 നമുക്ക് എന്താ പറയാം 000 ആണ്. നമുക്ക് അതാണ് 1ഉം 0ഉം ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ 1 എഴുതുക. 00 വരുമ്പോൾ 00 എഴുതുക. 1ഉം 0 ഡിഫറെന്റ് ആണെങ്കിൽ 1 എഴുതുക. അങ്ങനെയാണ് ഇതിന്റെ എക്സോർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മനസ്സിലായി. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് നമുക്ക് വാല്യൂ എന്നുള്ളത്. ഇപ്പൊ ഇതിന്റെ ഉണ്ടോ എക്സോർ ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? സെയിം ഈ വാല്യൂ തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ അതാണ് നമ്മുടെ എക്സോർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. അപ്പൊ ഇനി ഇതാണ് നമ്മുടെ എക്സോർ. അപ്പൊ ഈ എക്സോർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ ആദ്യം എസിലൂടെ മൂവ് ചെയ്യാം. എസിലൂടെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഫോർ ഈച്ച് ഇൻ എസ് എന്നിട്ട് എസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 0 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിന് ക്യാരക്ടർ ക്യാരക്ടർ നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം അല്ലെ. നമുക്ക് എന്താണ് ഇതിനെ ക്യാരക്ടർ തന്നെ വിളിക്കാം വലുതാക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഫോർ ഈച്ച് ഇൻ എസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ക്യാരക്ടർ ഓഫ് എക്സോർ ഈക്വൽ ടു ORD ഓഫ് ഈച്ച്. മനസ്സിലായോ? അത് എങ്ങനെ ചെയ്യണം മനസ്സിലായോ? എക്സോർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എന്താണ് ഒരു നമ്പർ ആവേ എന്നാലേ അതിന്റെ ORD ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് എങ്ങനെ ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വീണ്ടും ഫോർ ഈച്ച് ഇൻ ടി ക്യാരക്ടർ ഓഫ് എക്സോർ ഈക്വൽ ടു ORD ഓഫ് ടി. അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മള് റിട്ടേൺ CHR ഓഫ് ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. CHR എന്തിനാ ചെയ്യുന്നത്? ORD തിരിച്ച് ആൽഫബറ്റിക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CHR ചെയ്യുന്നത്. ഇവിടെ എന്താ ഉണ്ടാവുക ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ നമ്മള് ഏതെങ്കിലും പേരെടുക്കാണ്. ഇപ്പൊ ABC എന്ന് പേരെടുക്കാണ്, ABCD എന്ന് പേരെടുക്കാണ്. അപ്പൊ ഇത് എസ് ഇത് ടി ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഫസ്റ്റ് എന്താ വെച്ചാൽ ക്യാരക്ടർ എക്സോർ ഈക്വൽ ടു ORD ഓഫ് ഈച്ച് എഴുതിയത് അല്ലെ. നമുക്ക് എന്താണ് ORD ഓഫ് ഈച്ച് എന്താണ്? ഇപ്പൊ എന്റെ ORD എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏതാണ് നമുക്ക് അറിയണ ORD എടുക്കുക. ABCD 65 ആണല്ലോ. നമ്മൾ അന്ന് വേറെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോ ABCDയില് 65 ആണല്ലോ നമുക്ക് കിട്ടിയിരുന്നത്. ABCD ആണ് എടുക്കാൻ
നോക്കുകയാണെങ്കിൽ ഇതിന്റെ എന്താണ് 65 ആവും അല്ലെ. അപ്പൊ ORD എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്താണ് ക്യാരക്ടർ എന്താ ആദ്യം 0 എന്നല്ലേ, 0 XOR 65 നമുക്കറിയാം 65 തന്നെയാണ്. പിന്നെ 65 XOR അടുത്തത് 66 എത്രയോ ആണ്. പിന്നെ 65 XOR 66 XOR 67 അപ്പൊ അവിടെ നിൽക്കും S. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈച്ചിന് S ആകുമ്പോ പിന്നെ നമ്മൾ ഇതേ ക്യാരക്ടറിനെ കൊണ്ടിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ വരിക, 65 XOR 66 XOR 67 XOR A വരുമ്പോ 65. അപ്പൊ നമുക്കറിയാം 65 XOR 65 എന്താ 0 മാറില്ലേ, അപ്പൊ അത് പോവും. നമുക്ക് 66 XOR 67 മാത്രം ബാക്കിയാവും. B അടുത്തത് വരും, അപ്പൊ 66. അപ്പൊ ഈ XOR B XOR ക്യാൻസൽ ആയില്ലേ. പിന്നെ എന്താ D C വരും, C ന് എന്താ 67 XOR 67 എന്തായിരുന്നു 0 മാറും. അപ്പൊ വീണ്ടും ഇത് 0 മാറും. പിന്നെ D ന്റെ ഒരു XOR വരുന്നുള്ളൂ. D ന്റെ XOR വരുമ്പോ എന്താണ് 68. 68 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, D. മനസ്സിലായില്ലേ. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു ആൻസർ ആണ്. പിന്നെ മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് ഈ സ്ട്രിങ്ങിനെ നമ്മൾ ലിസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് വിചാരിക്കുക. സ്ട്രിങ്ങിനെ ലിസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് വിളിച്ചു വിചാരിക്കുക, ഫോർ ഈച്ച് ഇൻ ടി. അങ്ങനെ ആകുമ്പോ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്ട്രിങ്ങിൽ വാല്യൂ ഉണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ ഈഫ് ഈച്ച് നമ്മുടെ എസ്സിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ് എന്ന് റിമൂവ് ചെയ്യാം. എസ് എന്ന് ആ വാല്യൂനെ റിമൂവ് ചെയ്യാം ഈച്ചിനെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് എൽസ് റിട്ടേൺ ചെയ്യാം ഇതിനെ ഈച്ചിനെ. മനസ്സിലായോ. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് എന്താ ഈ എസ്സിൽ എന്ന് പറയുന്നത് എന്താണ്, എസ്സില് ഇപ്പൊ ഇതേപോലെ ABCD ആണെന്നുണ്ടെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു എയും കൂടി ഉണ്ട് വിചാരിക്കാം. ഇപ്പൊ ടിയിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, ABCDAE ആണുള്ളത് വിചാരിക്കാം. അപ്പൊ അങ്ങനെ കൊണ്ടുണ്ടാവും ഈ എസും ടിയും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഇങ്ങനത്തെ ലിസ്റ്റ് വന്നു, ഇതിൽ ഇങ്ങനത്തെ ലിസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ കൂടെ മൂവ് ചെയ്യുമ്പോ A ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് റിമൂവ് ആയി, B ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് റിമൂവ് ആയി, C ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൽ റിമൂവ് ആയി, D ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൽ റിമൂവ് ആയി, A പിന്നെയും വരുന്നുണ്ടോ ഉണ്ട് അതുകൊണ്ട് വീണ്ടും റിമൂവ് ആയി, E വരുന്നുണ്ടോ E വരുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്താണ് ആ വാല്യൂനെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കോംപ്ലക്സിറ്റി നോക്കിയിരുന്നു. അപ്പൊ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ് ഇതിനൊരു ഇത് വെച്ചിട്ട് ചെയ്യാം, CH വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഞാനിപ്പോ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ORD എങ്ങനെ വർക്ക് ആവുക, എങ്ങനെയാണ് XOR വർക്ക് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണ് വെറുതെ റിട്ടേൺ CHOR ഓഫ് CS എന്ന് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നല്ലൊരു റിസൾട്ട് ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, താങ്ക് യു. കണ്ടതിൽ നന്ദി.